ക്യാമ്പ് നല്ല ക്യാമ്പായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു തുന്നിയിട്ടാണ് ചിത്രം ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഹിബ ചേച്ചി പറഞ്ഞത് ഇത് തുണിയിൽ മുക്കിയിട്ടാണ് ഇതാക്കുന്നതെന്നൊക്കെ. ഞങ്ങളുടെ സ്റ്റോറിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തെ താഴ്ന്ന വിഭാഗക്കാരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെയാണ്. പിന്നെ അവർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നതും അവരുടെ സൗഹൃദങ്ങളും അവരുടെ ഓരോ തമാശകളും ചിരികളും ഒക്കെ ആണ് ഞങ്ങൾ ഈ ചിത്രത്തിലൂടെ വ്യക്തമാക്കുന്നത്. പിന്നെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് അവർ വയലുകളൊക്കെ കൊയ്യുന്നതും അവരെ കഷ്ടപ്പാടുകളും ഒക്കെ ഞങ്ങൾ ഇതിനകത്ത് വ്യക്തമാക്കും. ഒരു ഗ്രാമത്തിൽ, അതായത് പണ്ടുള്ള ഗ്രാമം എങ്ങനെയാണ് ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ടാണ് ഞങ്ങളെ ഭാവനയിലെ കൂടി വരച്ചിട്ട് ചിലത് മാത്രമേ ഇതിന് നേരമണം കാണാൻ പറ്റുള്ളൂ, പിന്നെ കാണാൻ പറ്റില്ല. ഇതിലധികമായി കാണുന്നത് ഈ വീടും പിന്നെ മലകളും പുഴയും പിന്നെ മലകളും, ഇതാണ് നല്ലോണം കാണാൻ പറ്റിയത്. പിന്നെ ഈ ക്യാമ്പ് എങ്ങനെ ഉണ്ടായിന്ന് വെച്ച് ചോദിക്കുമ്പോൾ ഞങ്ങളിത് നല്ലോണം ഞങ്ങളെ കഴിവുകൾ പുറത്തെടുക്കാനും പിന്നെ ഞങ്ങളെ കൂടി ഇത് പറ്റുമെന്നും ചെയ്യിപ്പിച്ച ഒരു ക്യാമ്പായിരുന്നു. നമ്മൾ ചെയ്തെന്ന് പറയുമ്പോൾ ഒരു കുഗ്രാമമാണ്. കുഗ്രാമം പകുതി വെച്ചാണ് ചെയ്തേക്കുന്നത്. പകുതി കുഗ്രാമവും പകുതി സിറ്റി, മോഡേണായിട്ട് സിറ്റി വരുന്നതുമാണ്. അപ്പോൾ ഗ്രാമത്തിലുള്ള കുട്ടികൾക്ക് പഠിക്കാനും അവിടെ പഠിക്കാൻ സൗകര്യമൊന്നുമില്ല, പിന്നെ കറണ്ടില്ല, അങ്ങനത്തെ പിന്നെ ഈ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഗതാഗതം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ സർക്കാർ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഓഫീസ് നിർമ്മിക്കുകയും അവിടത്തേക്ക് കറണ്ടുകൾ കൊണ്ടുവരികയും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സ്കൂൾ നിർമ്മിക്കുകയും അതേപോലെ ഹോസ്പിറ്റൽസ് നിർമ്മിക്കുകയും പിന്നെ അവർക്ക് വെള്ളം കിട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. പിന്നെ അവിടെ തന്നെ റോഡ് നിർമ്മിക്കൽ, കറണ്ട് ഉണ്ടാക്കൽ, അതൊക്കെ തന്നെ അവിടെ ചെയ്യുന്നതാണ്. നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് അങ്ങനെയൊക്കെ വരച്ചിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. പിന്നെ കെട്ടിയെല്ലാം കൂടെ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയായി. എന്നാലും അതിനൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് ഒരിത് വന്നിട്ടുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്ത്. കഴിഞ്ഞ വർഷത്തെ ക്യാമ്പിന് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ ചിത്രരചനയായിരുന്നു. അപ്പോൾ ആ വർഷത്തെ അങ്ങനെയുള്ളൊരു ക്യാമ്പാണെന്ന് പറഞ്ഞാൽ ഈ വട്ടം നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പം ഈ ഡൈ എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു ഇതിനെ പറ്റിയിട്ട്, ഇതെന്താ കാര്യമെന്നോ പേരുണ്ടെന്നോ ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ ഹിബ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഹിബ ചേച്ചി പറഞ്ഞു തന്ന്. പിന്നെ ഹിബ ചേച്ചി നമ്മുടെ കൂടിരുന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരികയും എല്ലാം നമ്മുടെ കൂടിരുന്ന് ചെയ്യുകയും ഒരു ടീച്ചർ നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല, നമ്മുടെ കൂടെ എപ്പോഴും ഓടിച്ചാടി നടന്ന് എല്ലാം ചെയ്തു തരികയൊക്കെ ചെയ്തൊരു ചേച്ചി. അങ്ങനെ ചേച്ചി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. ഞങ്ങൾ ഓരോരുത്തരായിട്ട് തന്നെ ആദ്യം നമ്മൾ ഗ്രൂപ്പായിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി, പിന്നെ അതിന് ശേഷം നമ്മൾ ഓരോരുത്തരായിട്ട് ഉണ്ടാക്കി. എന്നല്ലാത്തിന്ന് ഇപ്പം ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത് ബാന്തിനി മോഡലിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാന്തിനി മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഗുജറാത്തിലൊക്കെ കാണുന്ന ഒരു മോഡൽ ടൈപ്പ് ആണ് ഇവിടെ ഇതിൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു മോഡലിൽ നമ്മൾ 2 ഗ്രാമങ്ങളെ വരുത്തിയിട്ട് ഡിസൈൻ ചെയ്തെന്ന് മാത്രം. ഇതാണ് ഈ ഒരു തുണിയിൽ നമ്മൾ ചെയ്ത ഡിസൈൻ. ക്യാമ്പ് അടിപൊളിയായിരുന്നു. ഈ 3 ദിവസം പോയതറിഞ്ഞില്ല, ചെറിയ സങ്കടമുണ്ട് ഇപ്പം എല്ലാവരും പിരിയുന്നതിൽ. എല്ലാവരും ഭയങ്കര ക്ലോസ്ഡ് ആയിരുന്നു. ടീച്ചർമാരും ഇവിടുത്തെ ലളിതകല അക്കാദമിത്തെ എല്ലാവരും ഭയങ്കര എന്താ പറയണ്ടേ, നമ്മളോട് ഭയങ്കര കട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഭാഷ പറയുകയാണെങ്കിൽ എല്ലാവരും വൈബായിരുന്നു. Thank you.